ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഫാബുലസ് ലൈഫ്. ഗ്രോത്ത് പോഡ്കാസ്റ്റിൻ്റെ തേർഡ് പാർട്ടിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ആദ്യത്തെ 2 പാർട്ട് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു പാർട്ടിലേക്ക് വരിക. കാരണം ഒരുപാട് നല്ല നല്ല അറിവുകൾ ആദ്യത്തെ 2 പാർട്ടിലും ആഡ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ പാർട്ടിൽ നമ്മൾ ആദ്യം ക്ലിയർ ആക്കാൻ പോകുന്നത് കൺസിസ്റ്റൻസി ആൻഡ് ഡിസിപ്ലിനാണ് കേട്ടോ. ലൈഫിൽ ഏത് ഏരിയയിൽ വളരണമെങ്കിലും കൺസിസ്റ്റൻസിയും ഡിസിപ്ലിനും ആവശ്യമാണല്ലേ. എന്തൊക്കെ ചെയ്താലാണ് നമുക്ക് കൺസിസ്റ്റൻസി ആൻഡ് ഡിസിപ്ലിൻ നിലനിർത്താൻ പറ്റുക എന്നുള്ളത് നോക്കാം. ഒന്ന്, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ സപ്പോർട്ട് ചെയ്യാൻ പാകത്തിലുള്ള ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാം. അതായത് ഒരാളുടെ റുട്ടീൻ മറ്റൊരാൾക്ക് അതുപോലെ ഫോളോ ചെയ്യാൻ പറ്റണം എന്നില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള റിതമുണ്ട്. നമുക്ക് മോർണിംഗിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം ഉണ്ടാവും, നൈറ്റിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം ഉണ്ടാവും, ഉച്ചയ്ക്ക് മാത്രം നമുക്ക് ഉഷാർ കിട്ടുന്ന കാര്യങ്ങളുണ്ടാവും. നിങ്ങളുടെ ലൈഫിന് സപ്പോർട്ടായി മാറുന്ന നല്ലൊരു സിസ്റ്റം തന്നെ ആദ്യം ക്രിയേറ്റ് ചെയ്യുക. 2, ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഡെയിലി ചെയ്യാനായിട്ട് ശ്രമിക്കുക. 1 മിനിറ്റോ 2 മിനിറ്റോ മാത്രമൊക്കെ എടുക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഡെയിലി ചെയ്യാനായിട്ട് ശ്രമിക്കുക. 3, മോട്ടിവേഷൻ കുറവുള്ള സമയത്ത് അല്ലെങ്കിൽ മോട്ടിവേഷൻ ഒട്ടും തോന്നാത്ത സമയത്തും ചെയ്യാനുള്ള ജോലികൾക്ക് തുടക്കമിട്ട് വെക്കുക. നമ്മൾ മോട്ടിവേഷൻ ഒട്ടും ഇല്ലെങ്കിലും നമ്മളൊരു ജോലി അതിലേക്ക് തുടക്കമിട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ ആ ജോലി പൂർത്തിയാക്കും. 4, ട്രാക്ക് ചെയ്യുക. നിങ്ങൾക്ക് കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് കൃത്യമായി തന്നെ ട്രാക്ക് ചെയ്യാനായിട്ട് ഒരു പുസ്തകത്തിലൊക്കെ ട്രാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 5, മോർണിംഗ് റുട്ടീൻ കറക്റ്റാക്കാനായിട്ട് ശ്രമിക്കുക. രാവിലെ എഴുന്നേറ്റാൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ഒന്ന് കഴിഞ്ഞാൽ ഏതാണ്, അടുത്തത് കഴിഞ്ഞാൽ എന്താണെന്നൊക്കെ ഉള്ളത് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. മോർണിംഗ് റുട്ടീൻ നമ്മളൊരു സ്ട്രക്ചറിൽ കൊണ്ടുവന്നാൽ അത് തന്നെ നമുക്കൊരുപാട് മോട്ടിവേഷൻ തരും ബാക്കിയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട്. 6, ഉറക്കത്തിൻ്റെ സമയം ക്രമീകരിക്കുക. എല്ലാ ദിവസവും ഏകദേശം ഒരേ സമയത്ത് തന്നെ കിടക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ മാത്രമേ മാറ്റങ്ങൾ വരുള്ളൂ അല്ലേ. തീരുമാനമെടുക്കുക, അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. ഉറക്കത്തിൻ്റെ സമയം കൃത്യമാക്കാനായിട്ട് ശ്രമിക്കുക. 7, സ്വന്തത്തിനും കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ, നമുക്ക് കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ അത് പൂർത്തിയാക്കാനായിട്ട് ശ്രമിക്കുക. 8, നിങ്ങളുടെ ഫോക്കസ് ഇല്ലാതാക്കുന്ന ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവുമല്ലോ, നിങ്ങളെ നല്ലതിൽ നിന്ന് പുറകോട്ട് വലിക്കുന്ന കാര്യങ്ങൾ അതൊക്കെയും നോക്കി ഒഴിവാക്കുക. ചിലപ്പോൾ മൊബൈലായിരിക്കാം, ചിലപ്പോൾ ഓവർ ഈറ്റിംഗ് ആയിരിക്കാം നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത്. എന്താണ് നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻ എന്ന് നോക്കി അത് ഒഴിവാക്കുക. 9, നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആവുമ്പോൾ അതിന് നിങ്ങൾ റിവാർഡ് കൊടുക്കുക. നിങ്ങൾ കറക്റ്റായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും സ്കിൻ കെയർ ചെയ്തു, ഒരു 3 ദിവസം സ്കിൻ കെയർ ചെയ്തു എന്നാണെങ്കിൽ ആ സ്കിൻ കെയർ ചെയ്തതിന് നിങ്ങൾ ഒരു റിവാർഡ് കൊടുക്കുക. എന്തെങ്കിലും ഒരു കുഞ്ഞു സമ്മാനം അവനവന് കൊടുക്കുക. 10, നന്നായി റെസ്റ്റ് എടുക്കുക. റെസ്റ്റ് എടുത്താൽ മാത്രമാണ് നമുക്ക് കൺസിസ്റ്റൻ്റ് ആവാൻ കഴിയുന്നത്. നമ്മൾ റെസ്റ്റ് ഇല്ലാതെ ഓടി നടന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ ജോലിയും കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. 11, നിങ്ങൾക്ക് ചെയ്യാനുള്ള എന്ത് കാര്യത്തിൻ്റെയും വൈ സ്വന്തത്തോട് ചോദിക്കുക. ഞാൻ എന്തിന് ഈ ഒരു കാര്യം ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് ഒഴിവാക്കണം, എല്ലാറ്റിലും വൈ ചോദിക്കുക. അത് പവർഫുള്ളാണ്. 12, നിങ്ങളെ ഗോൾസ് അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയി ചിന്തിക്കുന്നതിന് പകരം അത് സിമ്പിളാക്കി മാറ്റുക. ചെറിയ ചെറിയ പാർട്ടാക്കി നിങ്ങൾക്ക് മാറ്റാം. നിങ്ങളുടെ വലിയ ലക്ഷ്യത്തെ ചെറിയ ചെറിയ പീസാക്കി മാറ്റി ഓരോന്നായിട്ട് ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് കീഴ്പ്പെടുത്താം. 13, പ്രോഗ്രസ്സിന് പ്രാധാന്യം കൊടുക്കുക. ഇതുപോലെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണം എന്നൊക്കെ ചിന്തിച്ച് മാറ്റി വെക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലത് എന്താണ്? പ്രോഗ്രസ് ഉണ്ടാക്കലാണ്. ചെറുതാണെങ്കിലും നമ്മൾ ചെയ്ത് തീർക്കലാണ് നല്ലതല്ലേ. എപ്പോഴും പ്രോഗ്രസ്സിന് മാത്രം പ്രയോറിറ്റി കൊടുക്കുക. 14, നിങ്ങളുടെ എൻവയോൺമെൻറ്റ്, നിങ്ങളുടെ ചുറ്റുപാട് സക്സസ്സിന് വേണ്ടിയുള്ളതാക്കി മാറ്റുക. കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കാണുന്നത്, കേൾക്കുന്നത്, നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ എല്ലാം നിങ്ങളുടെ സക്സസ്സിന് സഹായകമാകുന്ന രീതിയിലേക്ക് മാറ്റുക. 15, ഫ്ലെക്സിബിൾ ആവുക. അതായത് ഒരു കാര്യം ചെയ്യാൻ പറ്റാതാവുമ്പോൾ അതിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നല്ലാതെ ക്വിറ്റ് ചെയ്തങ്ങ് പോവാതിരിക്കുക. 16, നിങ്ങൾക്ക് ചെയ്യാനുള്ള ജോലികൾ ചെയ്യാൻ അക്കൗണ്ടബിലിറ്റി പാർട്ട്നേഴ്സിനെ കൂടെ കൂട്ടാം. പഠിക്കാനാണെങ്കിലും അല്ലെങ്കിൽ വർക്കിലാണെങ്കിലും ഒക്കെ നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. പക്ഷേ ഇത് എല്ലാവർക്കും അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറെ കിട്ടണം എന്നില്ല. അതിനാണ് ആദ്യത്തെ പോഡ്കാസ്റ്റിൽ പറഞ്ഞത് നമുക്ക് ഓൺലൈൻ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ ഓൺലൈൻ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാം എന്നുള്ളത്. 17, ഈ ഡിസിപ്ലിൻ എന്നുള്ളത് ചില സമയത്ത് നമുക്ക് ഡിസ്കംഫർട്ടാണ്. അതായത് നമ്മൾ കോസിനെസ് ആഗ്രഹിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, പക്ഷേ അത് ആസ്വദിക്കുക. ഡിസിപ്ലിൻ നമുക്ക് ഫ്യൂച്ചറിൽ വലിയ സമ്മാനങ്ങൾ തരുന്ന, വലിയ റിവാർഡ് നമുക്ക് തരുന്നൊരു കാര്യമാണ്. കംഫർട്ടിലിരിക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കാം.
ഒന്നും നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ നശിപ്പിച്ചുകൊണ്ട് ചെയ്യാനല്ല കേട്ടോ പറയുന്നത്. നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ബാലൻസ് എവിടെയാണ് എന്നുള്ളത്. 19, എവിടെ നിങ്ങൾ സ്റ്റോപ്പായി പോയാലും വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് ഒരുപാട് തവണ റീസ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ വെച്ച് നിർത്തിയാലും നമുക്ക് അവിടെ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഒരു തിങ്കളാഴ്ചത്തേക്കോ അല്ലെങ്കിൽ ഒരു ജനുവരിയിലേക്കോ ഒന്നും നമ്മൾ മാറ്റി വെക്കേണ്ടതില്ല. 20, കൺസിസ്റ്റൻസി നിങ്ങളുടെ ഐഡൻറ്റിറ്റി ആക്കി മാറ്റുക. ഇതിൽ പറഞ്ഞ ഓരോ കാര്യവും നിങ്ങൾ കുറച്ച് ചെറിയ ഒരു 1% വെച്ചിട്ടെങ്കിലും ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും കൺസിസ്റ്റൻസി നിങ്ങളുടെ ഐഡൻറ്റിറ്റി ആയിട്ട് മാറും. ഇനി നമുക്ക് സ്പിരിച്വൽ ഗ്രോത്ത് ഒന്ന് നോക്കിയാലോ. സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ട്രൂ സെൽഫിലേക്കുള്ള തിരിച്ചുവരവാണ്. പ്രസൻ്റ് ആയിട്ടിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് സ്പിരിച്വലി ഗ്രോ ആവാൻ കഴിയുന്നത്. നന്നായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക, ചുറ്റുമുള്ളതിലേക്ക് നന്നായിട്ട് ശ്രദ്ധ കൊടുക്കുക, മൈൻഡ്ഫുൾ ആയിട്ടിരിക്കുക. ഇതൊക്കെയും നമ്മളെ സ്പിരിച്വലി വളർത്തുന്ന കാര്യം. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമുക്ക് സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് കൂടുതലായിട്ട് ദൈവവിശ്വാസിയാണെങ്കിൽ എന്ത് ചെയ്യാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ നല്ലതിലേക്ക് ചിന്ത കൊടുത്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാം. നിങ്ങളുടെ കഴിവിലില്ലാത്ത കാര്യങ്ങൾ കയ്യിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന അവസ്ഥകൾ, നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്ന അവസ്ഥകൾ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒക്കെയും ദൈവത്തിലേക്ക് ഏൽപ്പിക്കാം. കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്യുക, തവക്കുൽ ചെയ്യുക. മനസ്സിലുള്ള കാര്യങ്ങൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ, നിങ്ങൾക്ക് പറ്റില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെയും കംപ്ലീറ്റ് ആയിട്ട് ദൈവത്തിലേക്ക് അങ്ങ് ഏൽപ്പിച്ച് മനസ്സ് ഫ്രീ ആക്കി വിടുക. അതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പ്രയാസം ഉണ്ടാവുന്ന സമയത്ത് ജഡ്ജ് ചെയ്യുന്നതിന് പകരം, ചുറ്റുമുള്ള ആൾക്കാരെ, സ്വന്തത്തെ ജഡ്ജ് ചെയ്യുന്നതിന് പകരം അവിടെ സ്നേഹം കൊണ്ട് നിറക്കാനായിട്ട് ശ്രമിക്കാം. ഇതൊക്കെയും, ഈ പറയുന്ന കാര്യങ്ങളൊക്കെയും ബാലൻസ് ആവശ്യമാണ്. എല്ലാത്തിലും ബാലൻസ് ആവശ്യമാണ്. നമ്മൾ എന്തും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ അതിലെ ബാലൻസ് നമുക്ക് മനസ്സിലാവുള്ളൂ. നമുക്ക് പുറത്തു കൊടുക്കുക, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് പുറത്തു കൊടുക്കുക, നമ്മുടെ മനസ്സിലേക്ക് വരുന്ന നല്ല കാര്യങ്ങളിൽ നല്ല ആക്ഷൻസ് എടുക്കുക, ചുറ്റുമുള്ള ആൾക്കാരോട് കൈൻഡ് ആവുക, സീക്രട്ടായിട്ട് കൈൻഡ് ആവുക. മറ്റുള്ളവരെ കാണിച്ചുകൊണ്ട് കൈൻഡ് ആവാനല്ല, ട്രൂ ആയിട്ട്, സത്യസന്ധമായിട്ട് മറ്റുള്ളവരോട് കൈൻഡ്നെസ് കാണിക്കുക. നമുക്ക് സ്പിരിച്വലി ഗ്രോ ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വിഷമങ്ങളൊക്കെയും അല്ലെങ്കിൽ എന്ത് പ്രയാസമാണെങ്കിലും, ഈവൻ ഒരു റുട്ടീൻ ഫോളോ ചെയ്യലാണെങ്കിലും അതിൽ പ്രയാസം വരുന്ന സമയത്ത് അതുപോലും നമുക്ക് പ്രാർത്ഥനയാക്കിയിട്ട് മാറ്റാം, അല്ലേ? ഇന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല റബ്ബേ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാനായിട്ടുള്ള സഹായം നീ നൽകണേ. ഈ രീതിയിൽ നമ്മുടെ ഓരോ ആഗ്രഹവും, കുഞ്ഞാഗ്രഹം പോലും നമുക്ക് എന്ത് ചെയ്യാം, പ്രാർത്ഥനയാക്കിയിട്ട് മാറ്റാം. നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓരോന്നിലും നമ്മൾ വിശ്വാസം കൊടുക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ ഇതൊക്കെയും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ശരിയാവും, അല്ലെങ്കിൽ ഇതൊക്കെ ശരിയാവാൻ വഴിയുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള വഴി തെളിഞ്ഞു വരും എന്നുള്ളതിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എത്ര സമാധാനമായിരിക്കും ലൈഫ്. നമ്മൾ അത്രയും സമാധാനത്തിലാണെങ്കിൽ പിന്നെ നമുക്ക് എന്താണ് നേടാൻ പറ്റാതെ ഉള്ളത്? ഒന്ന് ഓർത്ത് നോക്കുക. സ്പിരിച്വലി നമ്മൾ ഗ്രോ ആവുന്ന സമയത്ത് നഷ്ടങ്ങളിൽ പോലും നമുക്ക് സമാധാനം കണ്ടെത്താനായിട്ട് കഴിയും കേട്ടോ. ഇത് ഈ ഒരു പോഡ്കാസ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ 1 or 2 പോഡ്കാസ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്കൊരു നഷ്ടം സംഭവിച്ചാൽ പോലും നമുക്ക് ഓക്കെ, അത് നമുക്ക് വേണ്ടതല്ലായിരിക്കാം എന്നുള്ള ചിന്ത നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും. എല്ലാ കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല നടക്കുക. ചിലത് നമ്മൾ ചോദിക്കുമ്പോൾ അതിനേക്കാളും വലുതായിരിക്കാം നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചോദിച്ചത് ചിലപ്പോൾ നമ്മുടെ കയ്യിലേക്ക് വന്നു എന്ന് വരില്ല. ചിലപ്പോൾ അതിനേക്കാളും വലിയ പ്ലാനായിരിക്കും നമ്മുടെ മുമ്പിലേക്ക് പിന്നെ വരുന്നത്. സ്പിരിച്വലി ഗ്രോ ആകുമ്പോൾ നമ്മുടെ നഷ്ടങ്ങളിൽ പോലും നമുക്ക് സമാധാനം കണ്ടെത്താനായിട്ട് കഴിയും. ഇനി നെക്സ്റ്റ് പാർട്ട് നോക്കാം, ഹീലിംഗ് ആൻഡ് ഇമോഷണൽ മെച്യൂരിറ്റി. ഹീലിംഗ് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇത് പലർക്കും സംശയമാണ്. എപ്പോഴാണ് എൻ്റെ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന്. നിങ്ങൾ ഏത് മൊമെൻറ്റിലാണോ നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, ആ മൊമെൻറ്റ് മുതലാണ് ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ മുറിവുകൾ ഉണങ്ങാൻ തുടങ്ങുന്നത് നിങ്ങളത് മനസ്സിലാക്കുന്നത് മുതലാണ്. ഇനി നമുക്കടുത്ത പ്രധാനപ്പെട്ട മറ്റൊരു പാർട്ടിലേക്ക് പോവാം, ഹീലിംഗ് ആൻഡ് ഇമോഷണൽ മെച്യൂരിറ്റി. ഹീലിംഗ് ആവശ്യമാണല്ലേ, നമ്മുടെ വളർച്ചയ്ക്ക് ഹീലിംഗ് ആവശ്യമാണ്. നമ്മൾ ചെറിയ പ്രായം മുതൽ, നിങ്ങളുടെ വയസ്സിപ്പം 30, 40, 50 എത്രയാണെങ്കിലും ആ ഒരു വയസ്സിനുള്ളിൽ നിങ്ങൾ ഒരുപാട് വിഷമങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാതെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാൻ പറ്റില്ല, നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലുമൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് നേടിയാലും അത് ആസ്വദിക്കാനായിട്ട് കഴിയില്ല. നമുക്ക് മുറിവേറ്റിട്ടുണ്ടെങ്കിൽ നമ്മളത് ഉണക്കേണ്ടതുണ്ട്. ജസ്റ്റ് ലൈക്ക് നമ്മുടെ ബോഡി, നമ്മുടെ കയ്യിലൊരു മുറിവേറ്റു, ആ മുറിവ് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ, നമ്മൾ ആ ഒരു കൈ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ പഴുക്കും, അല്ലേ? നമ്മൾ എന്നിട്ടും ശ്രദ്ധിക്കാതെ ആ വേദനയുമായിട്ട് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഒരുപാട് നമ്മൾ മണ്ണിൽ ജോലി ചെയ്യുന്നു, നമ്മൾ കിച്ചണിൽ വർക്ക് ചെയ്യുന്നു, പലതരം കാര്യങ്ങൾ തൊടുന്നു,
അത് പഴുത്ത് എന്താവും, അത് ഉള്ളിലൊക്കെയും ബാധിക്കാനായിട്ട് തുടങ്ങും അല്ലേ, നമ്മുടെ ബോണിനെ പോലും അത് ബാധിക്കും. ഇതുപോലെ തന്നെയാണ് മനസ്സിൻ്റെ അവസ്ഥയും. നമുക്കൊരു മുറിവേറ്റു മനസ്സിൽ, ഒരാളുടെ ഒരു വാക്ക്, ഒരു മൂർച്ചയേറിയ ഒരു വാക്ക്, അത് നമ്മുടെ ഉള്ളിൽ തറഞ്ഞു, നമുക്കറിയാം അത് ഉള്ളിലങ്ങ് തറച്ച് കയറിയിട്ടുണ്ട് എന്നുള്ളതറിയാം. പക്ഷേ അത് ഹീലാക്കാനുള്ള ഒരു കാര്യവും ചെയ്തിട്ടില്ലെങ്കിൽ അത് അവിടെ കിടന്ന് പഴുക്കും. അത് പിന്നെ സ്മെല്ല് വരും. എങ്ങനെ? നമുക്ക് കാണുന്നതിലൊക്കെയും ഈ ഒരു സംഗതിയാണ് പിന്നെ പോയി റിഫ്ലക്റ്റ് ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ പാരൻസ് നിങ്ങൾ ചെറുതായിരിക്കുന്ന സമയത്ത് കൂടുതൽ കെയർ ചെയ്തിട്ടില്ല. അവർ ജോലി കാര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങൾ കൊണ്ടോ അവരുടേതായിട്ടുള്ള ലോകത്തായിരുന്നു എന്നാണെങ്കിൽ, പിന്നെ നിങ്ങൾക്ക് നല്ലൊരു പാർട്ട്ണറെ കിട്ടിയാലും നിങ്ങളെ ആരും സ്നേഹിക്കുന്നില്ല എന്നുള്ളൊരു തോന്നലായിരിക്കും, അല്ലെങ്കിൽ എപ്പോഴും ലോൺലിനെസ് ആയിരിക്കും. ഇനി ചെറിയ പ്രായത്തിൽ സെക്ഷൽ അബ്യൂസിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണെങ്കിൽ, ചെറിയൊരു ടച്ച് ആണെങ്കിലും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ളൊരു ടച്ച് ആണെങ്കിൽ പോലും, പിന്നെ ആര് ഒന്ന് തൊടുന്ന സമയത്തും നിങ്ങൾക്ക് ഈ ഒരു സംഗതി ആയിരിക്കാം മൈൻഡിലേക്ക് വരിക. അപ്പോൾ ചെറുതും വലുതും ആയിട്ടുള്ള മുറിവുകൾ നമ്മുടെ മനസ്സിൽ ചെറിയ പ്രായം മുതൽ ഈ ഒരു വയസ്സ് വരെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതെടുത്ത് ഹീൽ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്. ഹീലിംഗ് തുടങ്ങുന്നത് നമ്മളത് ഇന്ന മുറിവുകൾ ഉണ്ട് എനിക്ക് എന്ന് മനസ്സിലാക്കുന്നിടത്താണ്, മനസ്സിലാക്കി അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നിടത്താണ്. മനസ്സിലാക്കി കഴിഞ്ഞ് പിന്നെ നമ്മൾ മറ്റുള്ളവരെ പഴിചാരുകയാണെങ്കിൽ, ഇന്ന ആൾക്കാർ കാരണമാണ് എൻ്റെ ലൈഫ് ഇങ്ങനെയായത്, എൻ്റെ പാരൻസ് കാരണമാണ് എൻ്റെ ലൈഫ് ഇപ്പം ഇങ്ങനെയായത്, അല്ലെങ്കിൽ ഇന്ന വ്യക്തികൾ കാരണമാണ് ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമുക്ക് വളരാനായിട്ട് കഴിയില്ല. നമ്മൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് ഓക്കെ, കഴിഞ്ഞത് കഴിഞ്ഞു, നടന്നത് നടന്നു, പക്ഷേ ഇനി അങ്ങോട്ട് ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യും, എനിക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കും എന്ന് നമ്മൾ തീരുമാനിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. നമ്മൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുമ്പോൾ നമുക്ക് വളരാനായിട്ട് കഴിയില്ല. ഇമോഷൻസ് മാനേജ് ചെയ്യാനായിട്ട് പഠിക്കുക എന്നുള്ളത് ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ് കേട്ടോ. ഈ ഇമോഷൻസ് പെട്ടെന്ന് തന്നെ മറ്റുള്ള നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെയൊക്കെയും ബാധിക്കുന്ന കാര്യമാണ്. നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളത് ശരിയായ രീതിയിൽ ഹീൽ ചെയ്തിട്ടില്ലെങ്കിൽ അതിലൂടെ വരുന്ന ഇമോഷൻസ് മറ്റുള്ളവരെ ഹേർട്ടാക്കുന്ന രീതിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഹീലിങ്ങിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, നമ്മുടെ ഇമോഷൻസ് നമ്മൾ മാനേജ് ചെയ്യാനായിട്ട് പഠിക്കുക. മറ്റൊന്ന്, നമ്മുടെ ഈ മുറിവുകൾ, നമുക്ക് ഏറ്റിട്ടുള്ള മുറിവുകൾ താനെ അങ്ങ് ഇല്ലാതായിക്കോളും, കാലം കഴിയുന്നതിന് അതങ്ങ് മാഞ്ഞു പോയിക്കോളും എന്നുള്ള തെറ്റായ ചിന്തയിൽ നിൽക്കാതിരിക്കുക. കാലം കഴിയുന്നതിനെ ഒരിക്കലും അതങ്ങ് മാഞ്ഞു പോകുന്നില്ല, അതവിടെ കിടക്കും. ഏതെങ്കിലും ഒരു അവസരത്തിൽ അത് പുറത്തേക്ക് ചാടുകയും ചെയ്യും. അതായത് ഒരു സമയത്തൊരു കാര്യം നമ്മൾ അനുഭവിക്കേണ്ടി വന്നു, പിന്നെ നമ്മളത് മറന്നു. പക്ഷേ ഏകദേശം അതുപോലൊരു സിറ്റുവേഷൻ ആരെങ്കിലും പറയുന്നത് കേട്ടാൽ, അല്ലെങ്കിൽ ഏകദേശം ചെറിയൊരു പോയിന്റിലൂടെ നമ്മൾ നടന്നാൽ തന്നെ അത് ലൈഫിൽ വല്ലാതെ അങ്ങ് ബാധിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. മറ്റൊന്ന്, കാര്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാതെയുള്ള ഫൊർഗീവ്നെസ് നിങ്ങളെ കൂടുതൽ പ്രശ്നത്തിലേക്ക് എത്തിക്കും. ഇന്നർ ചൈൽഡ് ഹീലിങ്ങിൽ പങ്കെടുക്കുന്ന ആൾക്കാർ പറയുന്ന കേട്ടുള്ള ഒരു സംഗതിയാണ്, ഇതിനു മുൻപ് മറ്റുള്ള ഗ്രൂപ്പുകളിൽ, അതായത് നമ്മുടേതല്ലാത്ത മറ്റുള്ള പുറത്തുള്ള ഗ്രൂപ്പുകളിൽ ഫൊർഗീവ്നെസ്സിനൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ ഇപ്പോഴും കൺഫ്യൂഷനാണ്. ഇന്ന തെറ്റുകൾ ഇങ്ങനെ വെറുതെ ഫൊർഗീവ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, വീണ്ടും സെയിം പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആഴത്തിൽ നമ്മുടെ സിറ്റുവേഷനും അവരുടെ സിറ്റുവേഷനും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഫൊർഗീവ് ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുന്നത് എന്നുള്ളത് ആ ഒരു വഴിയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പുറത്തു കൊടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കംപ്ലീറ്റ് ഫ്രീ ആവാനായിട്ട് കഴിയുന്നത്. എന്തിനാണ് ഫൊർഗീവ് ചെയ്ത് കൊടുക്കുന്നത്? ഇതിനെക്കുറിച്ചൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്തതുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കണ്ടു നോക്കാം. നമുക്ക് നമ്മുടെ മനസ്സിൽ മറ്റുള്ളവരെക്കുറിച്ചുള്ള ചിന്തകൾ തിങ്ങി നിൽക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഗോളിനെ കുറിച്ച് ആലോചിക്കാൻ സ്പേസ് ഉണ്ടാവില്ല. നമ്മളോട് മറ്റുള്ളവർ ചെയ്ത മോശം കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഓർക്കുന്നതെങ്കിൽ പിന്നെ നമ്മുടെ സ്വപ്നത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് സ്റ്റെപ്സ് വെക്കാനായിട്ട് നമുക്ക് കഴിയില്ല, പ്ലാൻ ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ടു ഡു ലിസ്റ്റോ നമ്മുടെ കാര്യങ്ങളോ നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവില്ല. കംപ്ലീറ്റ് ആയിട്ട് മറ്റുള്ളവരെ തലയിൽ നിന്ന് അല്ലെങ്കിൽ മനസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഫ്രീ സ്പേസ് കിട്ടുന്നതും നമുക്ക് വളരാനായിട്ട് കഴിയുന്നതും. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള നല്ല ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു കാര്യം. നിങ്ങളുടെ ഹീലിങ്ങിനെ സഹായിക്കുന്ന മറ്റൊരു വലിയ കാര്യമാണ് ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഇതിനും നമുക്ക് ഗ്രൂപ്പുകളുണ്ട് കേട്ടോ. ബൗണ്ടറി സെറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വിഷയത്തിൽ തന്നെ സ്പെഷ്യലായിട്ട് ഗ്രൂപ്പ് ഉണ്ട്. നമ്മുടെ ലൈഫിലുള്ള ഓരോ റിലേഷനും എടുത്തിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ശരിയാക്കുകയും അതുപോലെ തന്നെ ബൗണ്ടറി സെറ്റ് ചെയ്യുകയാണ് അതിൽ ചെയ്യുന്നത്. ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റും വൻമതിൽ കെട്ടലല്ല കേട്ടോ. ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അത് ക്ലിയർ ആയിട്ട് ചുറ്റുമുള്ള ആൾക്കാരോട് പറയുക, അല്ലെങ്കിൽ ആരാണത് അക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഒട്ടും തന്നെ സ്വീകരിക്കാത്തത് എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്.
നല്ല സ്നേഹത്തിൽ കഴിയുന്ന ആൾക്കാർക്കിടയിലും കൃത്യമായിട്ടുള്ള ബൗണ്ടറിയും കമ്മ്യൂണിക്കേഷനും ആവശ്യമാണ്. ഇപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരും, നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളുടെ പാരൻസ്, നിങ്ങളുടെ ബന്ധുക്കൾ എല്ലാവരും നല്ലതാണെന്ന് കൂട്ടുക. നിങ്ങൾ ചിന്തിക്കുന്നത് ബൗണ്ടറിയുടെ ആവശ്യമില്ല എന്നായിരിക്കും. പക്ഷേ എല്ലാവരും സ്നേഹം കാണിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും ലിമിറ്റ് വെക്കാതെ എല്ലാവർക്കും ഈക്വലായിട്ട് സ്നേഹം കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്ക് കൊടുക്കാനായിട്ടൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾക്ക് ഓടിയെത്താൻ പറ്റില്ല. ഈ ഒരു അവസ്ഥയിൽ ലോങ് ടേം പോയി കഴിഞ്ഞാൽ സ്വന്തത്തോട് വെറുപ്പ് തുടങ്ങും. അതുപോലെ തന്നെ ചുറ്റുമുള്ള ആൾക്കാരോടും അകൽച്ച സ്റ്റാർട്ട് ചെയ്യും. കൃത്യമായ ബൗണ്ടറി ഉണ്ടാകുമ്പോൾ നമ്മുടെ ഹീലിംഗ് ഫാസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മുടെ മെഡിസിൻ കഴിക്കുന്ന പോലെ കൃത്യമായിട്ട് മെഡിസിൻ എടുത്താൽ നമ്മുടെ ശരീരത്തിലെ മുറിവുകൾ അല്ലെങ്കിൽ ശരീരത്തിലുള്ള വേദനകൾ മാറുന്നത് പോലെ കൃത്യമായിട്ടുള്ള ബൗണ്ടറി ഉണ്ടെങ്കിൽ നമ്മുടെ ഹീലിംഗ് ഫാസ്റ്റ് ആവും. ഹീലിംഗ് നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. മിസ്റ്റേക്സ് പറ്റിപ്പോയാൽ, എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ പറഞ്ഞുകൊണ്ട് അത് വലിയ കാര്യമല്ലാതാക്കി മാറ്റുന്നത്. നമ്മൾ നമ്മുടെ പാരൻ്റായി നിന്നുകൊണ്ട്, നമ്മൾ നമ്മുടെ രക്ഷിതാവായി നിന്നുകൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങളിലൊക്കെയും വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത്, ഇതൊക്കെയും ഹീലിങ്ങിൻ്റെ പാർട്ടാണ് കേട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഹീലിങ്ങിലാണ്. പിന്നെ അത് ഫാസ്റ്റ് ആവാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലെ ആഴത്തിൽ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക, നിങ്ങൾക്ക് സംഭവിച്ചത് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഗ്രോത്ത് ആഫ്റ്റർ ട്രോമ നോക്കാം. നമ്മളൊരു ട്രോമറ്റൈസിങ് ആയിട്ടുള്ള കാര്യത്തിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണ് ഗ്രോ ആവുന്നത് നോക്കാം. ഒന്ന്, നമുക്ക് സംഭവിച്ചത് എന്താണെന്നുള്ളത് അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലിയറായിട്ട് മനസ്സിലാക്കുക, അത് അക്നോളജ് ചെയ്യുക, അതിനെ ഒഴിവാക്കാതിരിക്കുക, അതിനെ ഡിനൈ ചെയ്ത് കാണാത്ത പോലെ കേൾക്കാത്ത പോലെ നിൽക്കാതിരിക്കുക. നിങ്ങൾക്ക് സംഭവിച്ചത് അത് സംഭവിച്ച കാര്യമാണ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ വേദന നിങ്ങൾ ചെറുതാക്കി കാണാതിരിക്കുക. ഓക്കെ, ഇതിനേക്കാളും വലുതൊക്കെ മറ്റുള്ളവർക്ക് നടക്കുന്നുണ്ടല്ലോ, ഈ രീതിയിൽ നമ്മുടെ കാര്യം നമ്മൾ ചുരുക്കി കഴിഞ്ഞാൽ നമ്മുടെ പെയിൻ ഒരിക്കലും കുറയില്ല. എത്ര പെയിൻഫുള്ളാണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ പെയിൻ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. നമ്മൾ നമ്മുടെ പെയിൻ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് ഈവൻ പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നത്, അല്ലേ? നമ്മൾ എത്രത്തോളം വിഷമത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന മൊമെൻറ്റ് മുതലാണ് നമുക്ക് ഡീപ്പായിട്ട് പ്രാർത്ഥിക്കാൻ പോലും കഴിയുന്നത്. നമ്മളെല്ലാം അങ്ങ് ഒഴിവാക്കുകയാണെങ്കിലോ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? നമ്മൾ സ്റ്റക്കായിരിക്കില്ല ലൈഫിൽ. പലരും സ്റ്റക്കായി നിൽക്കാനുള്ളൊരു കാരണം തന്നെ സംഭവിച്ചത് എന്താണ് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാത്തത്, അല്ലെങ്കിൽ ആ ഒരു വേദന മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അവനവൻ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ ചുറ്റുമുള്ള ആൾക്കാർക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നുണ്ടോ? അടുത്ത സ്റ്റെപ്പ് തെറാപ്പിയാണ്. തെറാപ്പി അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് എടുക്കുക, പുറമേ നിന്ന് സപ്പോർട്ട് എടുക്കുക. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ബോഡിയായിട്ട് കണക്റ്റ് ആവുക. ഒരു ട്രോമറ്റൈസിങ് ആയിട്ടുള്ള അനുഭവത്തിലൂടെ അല്ലെങ്കിൽ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇല്ലാതാവുന്നത് നമ്മളോടുള്ള ട്രസ്റ്റ് ആയിരിക്കും, നമ്മളോടുള്ള സ്നേഹമായിരിക്കും. അതാദ്യം വീണ്ടെടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ആദ്യത്തെ പാർട്ടി പറഞ്ഞ പോലെ നിങ്ങൾക്ക് പുറത്തു കൊടുക്കുക. ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും എത്രത്തോളം സ്ട്രോങ് ആയിരുന്നു നിങ്ങൾ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ആ കാര്യങ്ങളൊന്ന് ഓർത്ത് നോക്കുക. എത്ര സ്ട്രോങ് ആയിട്ടാണ് നിങ്ങൾ ഓരോ കാര്യവും മാനേജ് ചെയ്തത് എന്നുള്ളത് ഓർത്ത് നോക്കുക. നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കാത്ത പവറായിരിക്കും നിങ്ങൾ ആ സമയത്ത് എടുത്തിട്ടുണ്ടാവുക. ഏതവസ്ഥയാണെങ്കിലും, അത് വീട്ടിൽ നടന്നൊരു പ്രശ്നമാണെങ്കിലും അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് ആണെങ്കിലും എന്ത് പ്രയാസമാണെങ്കിലും അതുവരെ നമുക്ക് ഉണ്ട് എന്നറിയാത്ത ഒരു പവറായിരിക്കാം നമ്മളവിടെ ഉപയോഗിക്കുന്നത്. ആ പവറിനെ കുറിച്ചൊന്ന് ഓർത്ത് നോക്കുക. അത്രയും പവർ നമുക്ക് കാണിക്കാമെങ്കിൽ നമുക്ക് ഹീലിങ്ങും സാധ്യമാണ് എന്നുള്ളത് മനസ്സിൽ ഉറപ്പിക്കുക. ട്രോമയിലൂടെ നിങ്ങൾക്കുണ്ടായിട്ടുള്ള പേടികൾ ലിസ്റ്റാക്കി അത് ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളൊരു തെറാപ്പി അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് പുറത്തുനിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഈസി ആയിട്ട് ഓവർകം ചെയ്യാനായിട്ട് കഴിയും. ഫൈനലായിട്ടുള്ളത്, നിങ്ങൾക്ക് ഹീലാവാനുള്ള സമയം അത് എത്രയാണെങ്കിലും അത് നിങ്ങൾക്ക് കൊടുക്കുക. അടുത്ത അടിപൊളി പാർട്ടിലേക്ക് പോവാം, ബിസിനസ് ആൻഡ് ലീഡർഷിപ്പ് ഗ്രോത്ത്. നിങ്ങൾക്ക് ഒരു ലീഡറായി മാറണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ ഗ്രോത്ത് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തേത് നിങ്ങൾ നിങ്ങളെ ഡിസിപ്ലിൻഡ് ആക്കുക എന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് സോഫ്റ്റ്നെസ് ഇല്ല കേട്ടോ, കുറച്ചുകൂടി ഹാർഡ് ആവാൻ പോവാണ്. സർവീസിൽ ഫോക്കസ് കൊടുക്കുക, ഈഗോയിൽ ഫോക്കസ് കൊടുക്കാതിരിക്കുക, സർവീസിൽ ഫോക്കസ് കൊടുക്കുക. കമ്മ്യൂണിക്കേഷൻ പഠിക്കുക, എമ്പതി പ്രാക്ടീസ് ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ പഠിക്കുമ്പോൾ തന്നെ എമ്പതി കൂടി പ്രാക്ടീസ് ചെയ്യുക. നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ക്ലാരിറ്റി കൊണ്ടുവരിക. ക്ലാരിറ്റിയാണ് സൂപ്പർ പവർ. ബിസിനസ്സിലാണെങ്കിലും ലീഡർഷിപ്പിലാണെങ്കിലും ക്ലാരിറ്റിയാണ് സൂപ്പർ പവർ. ടാസ്കുകൾ ഡെലഗേറ്റ് ചെയ്യുക. എല്ലാ കാര്യവും സ്വയം ചെയ്യുന്നതിന് പകരം നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഏൽപ്പിക്കാനായിട്ട് തുടങ്ങുക. ഫീഡ്ബാക്ക് സ്വീകരിക്കുക. നിങ്ങളുടെ കസ്റ്റമറുടെ അടുത്ത് നിന്ന്, നിങ്ങളുടെ ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്ന് ഫീഡ്ബാക്ക് സ്വീകരിക്കുക. എപ്പോഴും ഹമ്പിളായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചെറിയൊരു അഹങ്കാരം മതി ബിസിനസ് തകരാനായിട്ട്, അല്ലേ? അത് നമുക്കറിയാം.
ഇമോഷണലി ഇൻ്റലിജൻ്റ് ആവാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുക. നമ്മുടെ ഈ ഒരു ചാനൽ മുഴുവനും ഇമോഷണൽ ഇൻ്റലിജൻസിന് പ്രാധാന്യം കൊടുക്കുന്നത് തന്നെയാണ്. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുൻപേ തന്നെ ഞാനിവിടെ ഷെയർ ചെയ്തുകൊണ്ടിരുന്ന ടിപ്സും ട്രിക്സും ഇമോഷണൽ ഇൻ്റലിജൻസ് ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. ശരിക്കും ഞാൻ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ സർട്ടിഫിക്കേഷന് വേണ്ടി ദുബായിൽ പോയ സമയത്താണ് ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇത് തന്നെയാണല്ലോ ഇത്രയും വർഷവും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് എന്നിൽ അഭിമാനം തോന്നിയൊരു സമയമായിരുന്നു ആ ഒരു സർട്ടിഫിക്കേഷന് പോയ സമയം. നല്ല സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക. പ്രോഫിറ്റിനേക്കാളും മുൻപിൽ ആൾക്കാരെ ശ്രദ്ധിക്കുക. ആൾക്കാരെ ശ്രദ്ധിക്കുമ്പോഴാണ്, ക്ലയൻസിനെ ശ്രദ്ധിക്കുമ്പോഴാണ് പ്രോഫിറ്റ് ഉണ്ടാവുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഫേക്കായിട്ട് ആൾക്കാരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടാൽ നമുക്ക് കുറേ കാലമൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നമ്മളായിട്ട് തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കാലവും മുന്നോട്ട് പോകാനായിട്ട് കഴിയും. നിങ്ങളുടെയും അതുപോലെ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരുടെയും, അതായത് നിങ്ങളുടെ ടീമിൻ്റെയും മെൻ്റൽ ഹെൽത്തിന് പ്രാധാന്യം കൊടുക്കുക. കൃത്യമായി റെസ്റ്റ് എടുക്കുക. ഒതൻറ്റിക് ആവുക. പെട്ടെന്ന് വളരാനായിട്ട് തട്ടിക്കൂട്ട് പരിപാടികൾ ചെയ്യാതിരിക്കുക. അത് വിശ്വാസം പോകുന്ന സംഗതിയാണ്. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരിലേക്ക് നോക്കുക. വിജയിച്ച ആൾക്കാരെയും അതുപോലെ പരാജയപ്പെട്ടു പോയ ആൾക്കാരെയും ഒക്കെ നിങ്ങളൊന്ന് എടുത്തു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരെയും ഒക്കെ ഒന്ന് എടുത്തു നോക്കുക. സ്ലോ ആയി സിസ്റ്റമാറ്റിക്കായി ഗ്രോ ആവാനായിട്ട് ശ്രമിക്കുക. ടൈം കൊടുക്കുക. നമുക്ക് സമയം കൊടുക്കുക. അവസാനമായിട്ട് പറയാനുള്ളത്, മനസ്സുകൊണ്ട് ബിസിനസ് ചെയ്യുക. മനസ്സുകൊണ്ട് ബിസിനസ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇനി അടുത്ത പാർട്ട്, ഗ്രോത്ത് ഇൻ റിലേഷൻഷിപ്സ്, ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഫാമിലി. അതിലാദ്യത്തേത് കമ്മ്യൂണിക്കേഷൻ. കൂടെയുള്ളവരുമായിട്ട്, ഫ്രണ്ട്സിനോട്, ഫാമിലി മെമ്പേഴ്സിനോട്, ആരോടാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആക്കി മാറ്റുക. ക്ലിയർ ആയിട്ട് സംസാരിക്കുക. കാമായിട്ട് സംസാരിക്കുക. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനായിട്ട് സമയം വെക്കുക, സമയം കൊടുക്കുക. ബൗണ്ടറി റെസ്പെക്റ്റ് ചെയ്യുക. നമുക്ക് മാത്രമല്ല ബൗണ്ടറി സെറ്റ് ചെയ്യാനുള്ള അധികാരമുള്ളത്, മറ്റുള്ളവർക്കും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അവർക്കും ബൗണ്ടറി ഉണ്ട്, നമുക്കും ബൗണ്ടറി ഉണ്ട്. മറ്റുള്ളവരുടെ ബൗണ്ടറി നമ്മളും മാനിക്കേണ്ടതുണ്ട് അല്ലേ? തെറ്റുകൾ പറ്റുന്ന സമയത്ത് ക്ഷമ പറയുക, അല്ലെങ്കിൽ അതിൻ്റെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കുക. മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. നല്ല കാര്യങ്ങൾ കാണുമ്പോൾ അത് നല്ലതാണ് എന്നുള്ളത് പറയാനുള്ള മനസ്സുണ്ടായിരിക്കുക. മറ്റുള്ളവരെക്കുറിച്ച് കുറ്റങ്ങൾ പറയുന്നത് ഒഴിവാക്കുക. ലോ എനർജി ആക്ടിവിറ്റി ഒക്കെയും ഒഴിവാക്കുക. മറ്റുള്ളവരെക്കുറിച്ച് നെഗറ്റീവായിട്ട് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ഊഹിച്ചുള്ള സംസാരം ഒക്കെയും ഒഴിവാക്കുക. ഊഹിച്ചൊക്കെയുള്ള സംസാരം അത് അനാവശ്യമാണല്ലേ? നമുക്കറിയാം. നമുക്ക് അറിയാത്ത കാര്യം, കേൾക്കാത്ത കാര്യം, കാണാത്ത കാര്യം അങ്ങ് ആകാശത്തു നിന്നെടുത്ത് സംസാരിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. അങ്ങനെ ആയിരിക്കാം, ഇങ്ങനെ ആയിരിക്കാം, ഇന്നതായിരിക്കാം അവർ പറഞ്ഞിട്ടുണ്ടാവുക, ഇങ്ങനെ ആയിരിക്കാം അവർ ചിന്തിച്ചിട്ടുണ്ടാവുക, ഈ രീതിയിലുള്ള സംസാരങ്ങൾ കേട്ടോ. സ്നേഹത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓരോ ദിവസവും ജീവിക്കുന്നത് സ്നേഹത്തിലാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് സ്നേഹത്തിനാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. സ്നേഹത്തിൽ നമ്മളെ തന്നെ നഷ്ടപ്പെടുത്താതിരിക്കുക. പക്ഷേ നമ്മൾ വേണ്ടത് ചുറ്റുമുള്ള ആൾക്കാർക്കും നമുക്കും കൊടുക്കേണ്ടതുണ്ട്. ഇനി ഗ്രോത്തിനെ കുറിച്ചുള്ള കുറച്ച് സത്യങ്ങൾ മനസ്സിലാക്കിയാലോ. ഈ വളർച്ച എന്ന് പറയുന്നത് അത് ബ്യൂട്ടിഫുൾ ആവുന്നതിന് മുൻപുള്ള ഒരു സമയം, അത് കുറച്ച് കഷ്ടപ്പാട് തന്നെ ആയിരിക്കും. കാരണം നമ്മളിടുന്ന എഫേർട്ടൊന്നും ആരും കാണില്ല, അപ്രീഷിയേറ്റ് ചെയ്യില്ല. നമ്മൾ മാത്രം ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടി കാര്യങ്ങളൊക്കെയും ചെയ്യുന്നുണ്ടാവും. പക്ഷെ വലിയ റിസൾട്ടൊന്നും കാണാനുണ്ടാവില്ല. അത് ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് തോന്നുക ഒരു സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും. അതിന് മുൻപ് കുറച്ച് ഹെവി ആയിട്ടാണ് ഫീൽ ചെയ്യുക. തുടക്ക സമയത്ത് നമുക്ക് ഒരുപാട് ശീലങ്ങൾ മാറ്റാനുണ്ടാവും, ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ഒരു സമയം കഴിഞ്ഞാലാണ് ഇതിലൊക്കെയും മാറ്റങ്ങൾ വരുന്നത്. മറ്റൊരു വലിയ സത്യമാണ്, നമ്മൾ ചുറ്റുമുള്ള ആൾക്കാരെക്കാളും ഔട്ട് ഗ്രോ ആവും. അതായത് നമ്മളിപ്പോൾ ഒരു ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ ഉള്ള ആളാണ്, ഒരു 5 പേരുണ്ട്. നിങ്ങളിതിൽ സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങൾ വായിക്കുന്നു, ഒരുപാട് കോച്ചിങ് അറ്റൻഡ് ചെയ്യുന്നു, നിങ്ങളുടെ ശീലങ്ങൾ മാറി, സ്വഭാവം മാറി, നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു, നിങ്ങൾ വളരാൻ തുടങ്ങിയതാണെങ്കിൽ പിന്നെ ആ പഴയ ഫ്രണ്ട്സുമായിട്ടുള്ള സംസാരത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഫീൽ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. കൂടെയുള്ള ആൾക്കാർ വളർന്നിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴും ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് പുഷ് ചെയ്ത് വളർത്താൻ പറ്റുമോ? അധികം ആൾക്കാരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ആയിരിക്കും, നമ്മൾ വളരുമ്പോൾ കൂടെയുള്ള ആൾക്കാരെ വളർത്താനായിട്ട് ഒരുപാട് അങ്ങ് എഫേർട്ട് ഇടും, പക്ഷേ അതുകൊണ്ട് മാറ്റങ്ങൾ വരില്ല. ചിലപ്പോൾ ആ എഫേർട്ട് ഇടുന്നത് ചുറ്റുമുള്ള ആൾക്കാർക്ക്, വളരാൻ ആഗ്രഹമില്ലാത്ത അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലാത്ത ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിട്ട് മാറും. നിങ്ങൾ ഒരുപാട് കണ്ട ഒരു ചിത്രമായിരിക്കും, നമ്മുടെ പൂമ്പാറ്റ ആവുന്നതിന് മുൻപുള്ള പുഴു ഉണ്ടല്ലോ, അത് ഒരു ചെയറിലിരിക്കുന്നതും അപ്പുറത്തെ ഭാഗത്തൊരു പൂമ്പാറ്റ ഇരിക്കുന്നതും. എന്നിട്ട് ഈ പുഴു പൂമ്പാറ്റയെ നോക്കി ചോദിക്കുന്നത്, നീ ഒരുപാട് അങ്ങ് മാറിപ്പോയി, നീ അങ്ങ് മാറിപ്പോയല്ലോ, നീ അങ്ങ് വളർന്നു പോയല്ലോ എന്നുള്ളത്. അപ്പോൾ പൂമ്പാറ്റ പറയുന്നത്, അത് ആവശ്യമായിരുന്നു,
ഇനി ഈ പൂമ്പാറ്റ സങ്കടപ്പെട്ടാലോ, അയ്യോ എൻ്റെ ഫ്രണ്ട് വളർന്നിട്ടില്ല, അവൾക്കും ചിറകുണ്ടായിരുന്നെങ്കിൽ എന്നുള്ളതിൽ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പക്ഷേ അതിൽ സങ്കടപ്പെട്ട് നിന്ന് അതിലേക്ക് ചുരുങ്ങാൻ പറ്റുമോ? നമുക്ക് വീണ്ടും പുഴുവായിട്ട് മാറാൻ പറ്റുമോ? ഇല്ല. നമ്മൾ പൂമ്പാറ്റ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറക്കുക തന്നെ വേണം. നമുക്ക് പുഴുക്കളുടെ കൂട്ടത്തിൽ നിൽക്കാൻ കഴിയില്ല. പക്ഷേ അത് ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ എത്രത്തോളം മാറി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ മാറുമ്പോൾ നമ്മൾ മാത്രമല്ല മാറുന്നത്, നമ്മുടെ ഫ്യൂച്ചറും കൂടിയാണ് മാറുന്നത്. നമ്മുടെ ഇനി വരുന്ന തലമുറയും കൂടിയാണ് മാറുന്നത്. അവർക്കൊരു ബെറ്റർ പ്ലേസാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. ബന്ധങ്ങൾ ഇല്ലാതായി പോകുന്നല്ല കേട്ടോ പറയുന്നത്. നമ്മൾ പഠിക്കും, അതും പഠിക്കും. നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരോടും ഓരോരുത്തരോടും ഏത് രീതിയിൽ പെരുമാറണം, സംസാരിക്കണം എന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിക്കും, അല്ലെങ്കിൽ നമ്മൾ പിന്നീട് മനസ്സിലാക്കും. ഒരുപാട് മിസ്റ്റേക്സിന് ശേഷമായിരിക്കാം ചിലപ്പോൾ മനസ്സിലാവുന്നത്, ഓക്കെ ഇന്ന ആൾക്കാരെ ഞാൻ പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല, അവർ സമയമാകുമ്പോൾ മാറിക്കോട്ടെ അല്ലെങ്കിൽ വളർന്നോട്ടെ. ഇനി അടുത്തൊരു കാര്യം, ഗ്രോത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഒരുപാട് ലോൺലിനെസ് ഫീൽ ചെയ്യും. കാരണം നമ്മളെപ്പോഴും പല കാര്യങ്ങളിൽ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ലോൺലിനെസ് ഫീൽ ചെയ്യും. ഡിസിപ്ലിൻ പെയിൻഫുള്ളായിട്ട് തോന്നും. കാരണം ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒഴിവാക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ട് തന്നെ ഒരു പെയിൻ നമുക്ക് ഫീൽ ചെയ്യും. റെസ്റ്റ് എടുക്കൽ ഗ്രോത്ത് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. കാരണം റെസ്റ്റ് എടുത്താലാണല്ലോ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത്. പക്ഷേ റെസ്റ്റ് എടുക്കൽ ഗ്രോത്ത് ആണെന്ന് മനസ്സിലാവുന്നതിന് മുൻപ് എല്ലാവരും ഒന്ന് വീഴും. എവിടെ? നമ്മൾ ഗ്രോത്തിന് വേണ്ടി ഒരുപാട് എഫേർട്ട് ഇട്ട് നമ്മളെ തന്നെ മറന്നു പോകുന്നൊരു സമയം ഉണ്ടാവും. ആ സമയത്തൊന്ന് വീണ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഓക്കെ എനിക്ക് റെസ്റ്റ് കൂടി വേണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നത്. മറ്റൊന്ന്, സെൽഫ് ഡൗട്ട് കൂടും. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിന് നമുക്ക് നമ്മളിലുള്ള ഡൗട്ട് കൂടിക്കൊണ്ടേയിരിക്കും. വിശ്വാസത്തെക്കാളും കൂടുതൽ സംശയമായിരിക്കും ഒരു സ്റ്റേജിൽ ഉണ്ടാവുക. പിന്നെയാണ് നമ്മൾ നമ്മളെ വിശ്വസിക്കാനായിട്ട് തുടങ്ങുന്നത്. ഇതൊക്കെയും എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് എടുത്ത് പറയുന്നത്. ഓരോ വീക്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമോഷനിലൂടെ നമ്മൾ കടന്നു പോകും. ഇത് പറയാതിരിക്കാൻ വയ്യ. നമ്മൾ ചിരിക്കും, കരയും, തളരും, ഉറങ്ങാതിരിക്കും, ഒരുപാട് ഉറങ്ങും. ഇങ്ങനെ പലതരത്തിലുള്ള അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകും. പക്ഷേ നമ്മൾ പിന്നെയും വർക്കിംഗ് ആയിരിക്കും. നമ്മൾ പുതിയ പുതിയ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിരിക്കും. നമ്മൾ വായന നിർത്തില്ല, കോച്ചിങ് നിർത്തില്ല, അല്ലെങ്കിൽ നല്ല ആൾക്കാരുമായിട്ടുള്ള കമ്പനി നിർത്തില്ല, പുതിയ നല്ല കാര്യങ്ങൾ കേൾക്കുന്നത് നിർത്തില്ല, അതിൽ ആക്ഷൻ എടുക്കുന്നത് നിർത്തില്ല. ഇങ്ങനെ ഒരു ബിസി ലൈഫായിരിക്കും ഒരു സ്റ്റേജിൽ ഉണ്ടാവുക. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പഠിച്ചെടുത്ത കാര്യങ്ങൾ കംപ്ലീറ്റ് അപ്ലൈ ചെയ്യുന്ന ഒരു സ്റ്റേജ് ആയിരിക്കും. അത് ആദ്യത്തെ ഈ ഒരു വലിയ ബിസി ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ആ ഒരു പാർട്ടിലേക്ക് നമ്മൾ എത്തുള്ളൂ. ഇവിടെ പ്രത്യേകം പറയാനുള്ളത്, ഏത് ഘട്ടത്തിലാണെങ്കിലും നമ്മൾ നമ്മളെ സ്നേഹിക്കുക. നമ്മൾ ആവശ്യമുള്ള സ്നേഹവും കരുതലും നമുക്ക് കൊടുക്കുക. പിന്നെ ഗ്രോത്ത് മെസ്സി ആയിരിക്കും, കൺഫ്യൂസിങ് ആയിരിക്കും, എപ്പോഴും മോട്ടിവേറ്റഡ് ആയിരിക്കില്ല. മോട്ടിവേഷൻ ഇല്ലാതെ വല്ലാതെ അങ്ങ് ഹാർഡ് വർക്ക് ചെയ്യേണ്ട അവസ്ഥകൾ തീർച്ചയായിട്ടും ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ ലോൺലിനെസ് ഇടയ്ക്കിടയ്ക്ക് അങ്ങ് കയറി വന്നുകൊണ്ടേയിരിക്കും. ഒറ്റപ്പെട്ടു പോയി എന്നുള്ളത് തോന്നും, പേടി തോന്നും, ചില സമയത്ത് ഒരുപാട് സമാധാനം തോന്നും, ഇടയ്ക്ക് സമാധാനക്കുറവ് തോന്നും, എല്ലാം ഒഴിവാക്കിയാലോ എന്ന് തോന്നും. പക്ഷേ ഒന്നും ഒഴിവാക്കണ്ടെന്നും തോന്നും. ഞാൻ 2021 യൂട്യൂബ് ക്വിറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചേട്ടോ. അന്ന് ഞാൻ ശരിക്കും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, മതി, ഇത് ഫൈനലാണ്. കാരണം ഞാൻ അത്രയും ട്രൈ ചെയ്തിട്ട് എനിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നു, മെസ്സേജുകൾ വരുന്നുണ്ട്. പക്ഷേ എൻ്റെ കുഞ്ഞന്ന് ഒരുപാട് കരയുന്ന സമയമായിരുന്നു. കുഞ്ഞ് കരയുന്നത് യൂട്യൂബ് ക്വിറ്റ് ചെയ്യാനുള്ളൊരു കാരണമാണോ എന്നുള്ളത് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ അന്നത്തെ എൻ്റെ അവസ്ഥ അങ്ങനെ ആയിരുന്നു. കുഞ്ഞ് ഒരു നിമിഷം പോലും കയ്യിൽ നിന്ന് ഇറങ്ങില്ല. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ, അത് ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ഞാൻ അതിൻ്റെ കാര്യങ്ങൾ ക്ലിയർ ആക്കുന്നതായിരിക്കും. എൻ്റെ കുഞ്ഞിൻ്റെ അന്നത്തെ കരച്ചിൽ എൻ്റെ ഗ്രോത്ത് ഇല്ലാതാക്കാൻ മറ്റൊരു സ്ത്രീ ചെയ്തൊരു പരിപാടിയായിരുന്നു എന്നുള്ളതൊക്കെ ഞാൻ പിന്നീടായിരുന്നു കേട്ടോ മനസ്സിലാവുന്നത്. എന്തായാലും അത് പിന്നൊരു സമയത്ത് എപ്പോഴെങ്കിലും ഞാൻ ഫ്യൂച്ചറിൽ ക്ലിയർ ആക്കുന്നതായിരിക്കും. അങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ടാവും. ക്വിറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾ ഏതവസ്ഥയിലാണെങ്കിലും. ഞാനന്ന് ക്വിറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതാണ്. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ചാനൽ ഡിലീറ്റ് ആക്കാമെന്ന് പറഞ്ഞു. കാരണം നിങ്ങളുടെ മെസ്സേജുകൾ എനിക്ക് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു സമയത്ത്. കാരണം എനിക്കത് കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നു. എനിക്ക് പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. സംസാരിക്കാനറിയാം, ആൾക്കാർക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനറിയാം, ഇതൊക്കെയും എനിക്കറിയാം. പക്ഷേ എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ മുൻപിൽ ഒരുപാട് വഴികളുണ്ടായിട്ടും അതൊന്നും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. നിർത്താമെന്ന് വിചാരിച്ചെടുത്തുനിന്ന് പിന്നെ ഇനി യൂട്യൂബ് നോക്കേ വേണ്ട, അതവിടെ കിടന്നോട്ടെ, ചാനൽ റിസൾട്ട് കിട്ടുന്ന ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ലീവ് ചെയ്യുകയാണ് ഞാൻ ചെയ്തത്. ഒരു 3 മാസത്തോളം വീഡിയോസ് ഒട്ടും ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് മാറി നിന്നു. പിന്നെ ഇടയിൽ ഒരു വീഡിയോ ഇട്ടിട്ട് പിന്നെയും ഒരു 6 മാസം ഒന്നും ചെയ്യാതിരുന്നു. ഞാനവിടെ എനിക്ക് ടൈം കൊടുത്തു, ഒരുപാട് സമയം, കുറച്ചല്ല ഒരുപാട് സമയം ഞാൻ എനിക്ക് കൊടുത്തു. ഞാൻ എന്നോട് സ്നേഹം കാണിക്കാൻ തുടങ്ങി. എന്നെ കുറ്റപ്പെടുത്തുന്നതിന് പകരം എൻ്റെ അവസ്ഥ അത് അക്സെപ്റ്റ് ചെയ്തു. കാരണം ഉറക്കില്ല, കുഞ്ഞ് കരച്ചിൽ നിർത്തിയിട്ടുള്ളൊരു സമയമില്ല.
കുഞ്ഞ് കരച്ചിൽ നിർത്തിയാൽ മാത്രമാണ് എനിക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇനി കുഞ്ഞ് അഥവാ ഉറങ്ങിപ്പോയാലും ഞാൻ കയ്യിൽ വെച്ചിട്ടൊക്കെ ഒരുപാട് വോയിസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് കുഞ്ഞിന് പാൽ കൊടുത്തുകൊണ്ട് ഒരുപാട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ആ 2 വയസ്സിന് ഇടയിലായിട്ടുള്ള സമയത്ത്. ഇനി കുഞ്ഞ് ഉറങ്ങിയാലും ചിലപ്പോൾ ഞാൻ വളരെ ടയേർഡായിരിക്കും, എനിക്ക് ശബ്ദം ഉണ്ടാവില്ല. അതായത് കുഞ്ഞിനെ ഉറക്കാൻ വേണ്ടി ഒരുപാട് പാട്ടൊക്കെ പാടിയിട്ട് എനിക്ക് സൗണ്ട് ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് വല്ലാത്തൊരവസ്ഥയായിരുന്നു അന്ന്. എൻ്റെ ചാനൽ ഡിലീറ്റ് ആക്കാതെ ഞാൻ വെച്ചു. ഞാൻ എൻ്റെ ഉമ്മയോടും ഹസ്ബൻഡിനോടും ഒക്കെ ഞാൻ ഡിലീറ്റ് ആക്കാൻ പോവുകയാണെന്നൊക്കെ ഫുള്ളെല്ലാം പറഞ്ഞു വെച്ചതായിരുന്നു. കാരണം ഇവരെന്തെങ്കിലും മുടക്കം പറയണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് ആദ്യം തന്നെ പറഞ്ഞ് ഓക്കെ ഇതെനിക്ക് പറ്റില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് എല്ലാം റെഡിയാക്കിയിട്ടാണ് പിന്നെ ഞാൻ ഓക്കെ ഡിലീറ്റ് ആക്കണ്ട എന്നുള്ള രീതിയിൽ ചിന്തിച്ച് അതവിടെ വെച്ച് പിന്നെ കഴിയുന്ന സമയത്ത് അത്രയും എനിക്ക് കഴിയുമ്പോൾ മാത്രം വീഡിയോ ചെയ്തത്. പക്ഷേ അതുകൊണ്ട് തന്നെ അന്ന് എനിക്ക് 200K സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. ഇന്നിപ്പോൾ 300 എത്രയാണ് 70 അങ്ങനെ എത്രയോ ആയിട്ടുണ്ട്. കുറേ നാളായി സബ്സ്ക്രൈബേഴ്സ് കൗണ്ടൊക്കെ നോക്കിയിട്ട്. കുറേ കഴിഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും പലർക്കും എനിക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയും. അല്ലെങ്കിൽ ഞാൻ കടന്നു പോകുന്ന വഴികൾ അത് സ്പെഷ്യലാണ്. അതായത് ചില അനുഭവങ്ങൾ മോശമാണ്, പക്ഷേ അത് സ്പെഷ്യലാണ്. അല്ലെങ്കിൽ അതിലൂടെ കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ഞാൻ വളരുന്നുണ്ട്, എനിക്കതുപോലെ കുറേ പേരെ വളർത്തിയെടുക്കാനും പറ്റും എന്നൊക്കെ ഉള്ളത് എനിക്ക് ക്ലിയറായി. അതിൻ്റെ ഗ്രോത്ത് ആയിരുന്നു, എൻ്റെ പെയിൻ എൻ്റെ ഗ്രോത്തും കൂടിയായിരുന്നു. ഫൈനൽ പാർട്ട്, ബിക്കമിങ് ദ എക്സാമ്പിൾ, ലിവിങ് ആസ് ദ ഗ്രോൺ വേർഷൻ ഓഫ് യു. നമ്മൾ കുറേ വളർന്നു കഴിഞ്ഞാലും നമുക്ക് ചില ഏരിയാസിൽ ചില കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. പക്ഷെ അതും എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഒന്ന്, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ ആരും ഇല്ലാത്ത സമയത്തും പ്രാക്ടീസ് ചെയ്യുക. അതായത് നമ്മൾ ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇന്ന പോലെയാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമ്മൾ ആരും ഇല്ലാത്ത സമയത്തും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. മിററിലൊക്കെ പ്രാക്ടീസ് ചെയ്ത് അത് ലൈഫിൻ്റെ ഭാഗമാക്കുക. നിങ്ങളുടെ വാല്യൂസിൽ ജീവിക്കാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വാല്യൂസ് ഉണ്ടാവും അല്ലേ? എല്ലാവരുടെ വാല്യൂസും ഡിഫറെൻ്റ് ആണ്. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ജീവിക്കാനായിട്ട് നോക്കുക. അതിൽ ഒരുപാട് എതിർപ്പുണ്ടാവും, തടസ്സങ്ങളുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ലൈഫിൻ്റെ ഭാഗമാക്കി കൊണ്ടുപോവുക. നിങ്ങളുടെ സമാധാനത്തിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഓരോ ദിവസവും ജീവിക്കുക. നിങ്ങൾക്ക് ഒരു സമയത്ത് ഇല്ലാതിരുന്ന നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ചുറ്റും നിറക്കാനായിട്ട് ശ്രമിക്കുക. അത് സമാധാനമായിരിക്കാം, സന്തോഷമായിരിക്കാം, അല്ലെങ്കിൽ കളർഫുള്ളായിട്ടുള്ള വസ്തുക്കളായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. നിങ്ങൾക്ക് ഒരു സമയത്ത് ഇല്ലാതിരുന്ന ഇപ്പോൾ ആഗ്രഹമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ അതിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. ലൈഫിൻ്റെ റിതം, സീസൺ ആസ്വദിക്കുക. ഓരോ സമയത്തും ലൈഫിന് ഓരോ റിതമായിരിക്കാം, അത് മാറിക്കൊണ്ടിരിക്കും, താളം മാറിക്കൊണ്ടിരിക്കും. അതുപോലെ സീസൺ മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ മഞ്ഞുകാലമായിരിക്കും, എവിടെ നിന്നില്ലാതെ പ്രശ്നങ്ങൾ വരും, ആകെ മൂടിയ കാലാവസ്ഥയായിരിക്കും. ചിലപ്പോൾ മഴയായിരിക്കും, കരച്ചിലും സങ്കടമൊക്കെ ഉള്ളൊരു സമയമായിരിക്കാം, അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ സമയമായിരിക്കാം. മഞ്ഞും മഴയൊക്കെ ഓരോരുത്തർക്കും ഓരോ ചിന്തയായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ചിലപ്പോൾ സ്പ്രിങ് ആയിരിക്കാം അല്ലെ, ഫുള്ള് പൂക്കളും ചിത്രശലഭങ്ങളും എന്ന് പറഞ്ഞ പോലെ ആയിരിക്കാം ലൈഫ് ഉണ്ടാവുക. ഏത് സീസൺ ആണെങ്കിലും അക്സെപ്റ്റ് ചെയ്യുക. പക്ഷേ ഇതിനിടയ്ക്കൊക്കെയും നമുക്ക് ഗ്രോ ആവാം. ഏതവസ്ഥയിലാണെങ്കിലും നമുക്ക് അതിനിടയിലൊക്കെയും നടന്നു പോകാൻ പറ്റുന്നതേ ഉള്ളൂ. ചിലപ്പോൾ റെയിൻ കോട്ട് ഇടേണ്ടി വരും, ചിലപ്പോൾ ഷീൽഡ് ധരിക്കേണ്ടി വരും അല്ലേ, അപകടങ്ങൾ പറ്റാതിരിക്കാനായിട്ട് കുറച്ച് പ്രൊട്ടക്ഷൻ എടുക്കേണ്ടി വരും. ചിലപ്പോൾ ഒന്നിൻ്റെയും ആവശ്യം ഉണ്ടാവില്ല, ഫ്രീ ആയിട്ട് നമുക്ക് നടക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാക്കുന്ന കാര്യങ്ങളുടെ പിടിയൊന്ന് വിട്ട് നിങ്ങൾക്ക് നല്ലത് വരുത്തുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ പിടിക്കാനായിട്ട് അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് ചിലപ്പോൾ ആൾക്കാരായിരിക്കാം. ചില ആൾക്കാരെ നമുക്ക് മാറ്റാൻ പറ്റില്ല അല്ലേ, നമുക്കെന്നാൽ ഒഴിവാക്കാനും പറ്റാത്ത ആൾക്കാരുണ്ടാവും. മാറ്റാനും പറ്റില്ല, ഒഴിവാക്കാനും പറ്റില്ല എന്നുള്ള ഉപദ്രവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ലൈഫിൽ. നമ്മൾ ആ ഒരു പിടി അങ്ങ് കുറച്ചൊന്ന് ലൂസാക്കുക, മുറുക്കി അതിൽ തന്നെ പിടിച്ചിരിക്കാതെ നമ്മൾ നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ചിലപ്പോൾ ഫ്യൂച്ചറിൽ അവർ മാറിയേക്കാം, ചിലപ്പോൾ മാറ്റം വരില്ലായിരിക്കാം. പക്ഷേ നമുക്ക് ഏതവസ്ഥയിലും എന്തിൻ്റെ ഇടയിലും നമുക്ക് വളരാൻ കഴിയുന്നതേ ഉള്ളൂ. നമ്മുടെ മാറ്റത്തിന് വേണ്ടി നമ്മൾ പ്രയത്നിച്ചാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഫ്യൂച്ചർ സെൽഫിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമ്മുടെ ഗ്രോത്ത് പോഡ്കാസ്റ്റ് ഇവിടെ എൻഡ് ചെയ്യാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ആൾക്കാർക്കൊക്കെയും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലും ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിതിൽ പറയുന്ന കേട്ട പോലുള്ള നല്ല മാറ്റങ്ങളൊക്കെയും വേഗത്തിൽ ലൈഫിൻ്റെ ഭാഗമാക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ മടിക്കണ്ട കേട്ടോ. നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അയക്കുക, ഞാൻ നിങ്ങളുടെ നമ്പർ സേവ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എൻ്റെ നമ്പർ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സ്റ്റാറ്റസിൽ കൊടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. എൻ്റെ ലൈഫ് അപ്ഡേറ്റ്സ്, പെട്ടെന്നുള്ള മോട്ടിവേഷനൊക്കെയും സ്റ്റാറ്റസിൽ കൊടുക്കാറുണ്ട്. നമ്മുടെ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. വാട്സപ്പ് ചാനലുണ്ട് നമുക്ക്.
നമുക്ക് കഴിയുന്നത് പോലെയൊക്കെ പരസ്പരം ഹെൽപ്പ് ചെയ്തുകൊണ്ട് കൂടുതൽ ഗ്രോ ആവാം. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ മറക്കണ്ട. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാൻ പാടില്ല. ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ ബൈ.